ഡാറ്റയിലേക്ക് വരാം. അതിനുള്ള മറുപടി പറയേണ്ടത് പ്രവീണാണ്. നേരത്തെ ഗിരീഷ് ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം നിങ്ങളിലേക്ക് വരാം. എന്താണ് MK രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത്? എന്റെ സുഹൃത്ത് ഗിരീഷ് പറഞ്ഞപ്പോൾ പറയാം. അദ്ദേഹം പറഞ്ഞു MK രാഘവന തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ കാണാറുള്ളൂ. അത് ശരിക്കും രാഘവന്റെ ആരോപണമല്ല. CPM-നകത്ത് എളമരം കരീമിനെ കുറിച്ചുള്ള ആരോപണമാണ്. അദ്ദേഹം പുറത്തിറങ്ങാറില്ല. അതാണ് സത്യം. അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായി തുടങ്ങിയ ആളാണ്. പക്ഷെ ഇപ്പൊ സുഖത്തിന്റെ പാതയിലാണ്, മുതലാളിത്ത പാതയിലാണ്. ഞാനിപ്പോ പറയുന്നത് ഈ CPM-കാർക്ക് അസഹിഷ്ണുതയാ. ഇവര് പറയുമ്പോ ഞാൻ മിണ്ടിയല്ലോ. പറയാൻ കേൾക്കാനുള്ള മനസ്സ് വരട്ടെ. പിന്നെ MK രാഘവൻ എന്ത് ചെയ്തുള്ള കാര്യം പറയാൻ ഈ സംവാദം പോരാ. രണ്ടു കൂട്ടരെ ഞാൻ വിളിക്കുന്നു. അവർ നിശ്ചയിക്കട്ടെ സമയവും സ്ഥലവും. ഞങ്ങൾ പോവാം. ഒരു കാര്യം പറയാം. 5 കൊല്ലം എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു പെട്ടിക്കൊട തുടങ്ങിയിട്ടില്ല കോഴിക്കോട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. 5 വർഷം വ്യവസായ മന്ത്രിയായ നിലക്ക് എളമരക്കെടുത്ത വികസനവും 15 വർഷമായി MK വികസനത്തിനുള്ള പരസ്യമായ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാ. ഏത് ശ്രമിച്ചോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കി എന്ത് വികസനമായി ഇല്ലാത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 120 കോടി കേൾക്കണം, നോക്കണം പോയിട്ട്. രണ്ടാമത് അത് UP-യുടെ കാലത്താ, ഈ മോദിന്റെ കാലത്തല്ല. UP-യുടെ കാലത്ത് ക്യാൻസർ സെന്റർ, ഇംഹാൻസ്, ഇതെല്ലാം MK രാഘവൻ കൊണ്ടുപോകുക. പിന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, എല്ലാ പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളൂ. കോഴിക്കോട് MK രാഘവൻ കൊണ്ടുപോകുക. എസ്കലേറ്റർ ആര് കൊണ്ടുവന്നതാ? ESIയുടെ ഓഫീസ് ആര് കൊണ്ടുവന്നതാ? ഡയാലിസിസ് സെന്റർ, ESIയുടെ സെന്റർ, ESIയുടെ റീജിയണൽ ഓഫീസ്, ESI ആശുപത്രിയുടെ വികസനം, ഇതെല്ലാം MK രാഘവൻ കൊണ്ടുവന്ന. പറയട്ടെ, ഇനിയും പറയാം. ഇപ്പോൾ MK രാഘവൻ 5 വർഷമാ പാർലമെന്റിലും. ഇളം കരീം 6 വർഷം. 84% MB ഫണ്ട് പൂർത്തിയാക്കി. 6 വർഷം കൊണ്ട് 81 ആയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം. നാളെ കോഴിക്കോടിന്റെ വികസനത്തെ ആരെങ്കിലും എഴുതുകയാണെങ്കിൽ സുവർണ ലിപികളായിരിക്കും MK രാഘവന്റെ പേരകപ്പെടുത്തുക. വളരെ ചുരുക്കി മറുപടി എനിക്ക് ഓഡിയൻസിലേക്ക് പറഞ്ഞു. ഇത് ഇന്ന് കലക്ടറേറ്റ് നടത്ത രേഖയാണ്. 2023-ലും 2024-ലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പ്രവർത്തികളുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും അതിന്റെ പ്രൊപ്പോസലും കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പദ്ധതി പോലും കോഴിക്കോട്ട് അനുവദിച്ചില്ല. മറുപടി പറയേണ്ടത് ഈ MP-യുടെ പ്രതിനിധി. 2, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ. അവിടെ ഒരു പ്രോജക്റ്റ് വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് വെക്കണം. കേന്ദ്ര സർക്കാരിന്റെ വലിയ ഫണ്ടുകൾ അവിടെ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് വെക്കണം. ഇപ്പറഞ്ഞ കേന്ദ്രം പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായി വെച്ച പദ്ധതി, അത് 96-ൽ ശ്രീമതി ടീച്ചർ MP എടുത്ത മന്ത്രിയാവുന്ന കാലത്ത് കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹം MP പോലുമല്ല. 2009-ൽ ഇദ്ദേഹം MP പോലുമല്ല. അക്കാലത്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രോജക്റ്റുകൾ വന്നത്. അതിന്റെ ശേഷം ഫ്ലക്സ് വെച്ചു എന്നുള്ളതല്ലാതെ MP-ക്ക് ഒരു പങ്കുമില്ല. അപ്പൊ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു, കേന്ദ്രത്തിൽ സംസ്ഥാനത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് കോഴിക്കോടിന്റെ കാര്യത്തിൽ ശരിയല്ല. പറയട്ടെ, പറയാൻ സമ്മതിക്കും. ഇംഹാൻസ് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്. മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്. മികവിന്റെ കേന്ദ്രം മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് MK രാഘവൻ എന്ന് പേരെഴുതി വെച്ച ഒരു കല്ല് കാണിച്ചു തരട്ടെ. അവിടെ ഇടതുപക്ഷ എളമരം കരീമിന്റെ 2.5 കോടി രൂപയിൽ വലിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. പ്രദീപകുമാറിന്റെ വലിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. തിരുവനന്തപുരത്തെ സീമയുടെ പേരിൽ അന്നത്തെ രാജ്യസഭാ MP 2 കോടി രൂപയുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ വലിയ ബോർഡ് കാണാം. 2 കോടി രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MK രാഘവന്റെ പേരില്ല. MKയുടെ പേരില്ല.